ഗൈസ്, എല്ലാരും എന്താണ് പരിപാടി? അപ്പൊ ഞങ്ങൾ ഇന്ന് ദൃശ്യം 3 സിനിമ കാണാൻ പോകണം. എല്ലാരും മൂവി കണ്ടോ? അപ്പൊ ഞങ്ങൾ 1 മണിക്കത്തെ ഷോയില് ശ്രീശൈലത്തിലാണ് പോകുന്നത്. സാധാരണ നമ്മൾ പോകുന്നത് പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ് പോകുന്നത്. നല്ല തിയേറ്ററാണ്. പ്രാവശ്യം ഇത് പുതുക്കി പണിയെന്നൊക്കെ പറയുന്നത്. കടയ്ക്കൽ ശ്രീശൈലം എല്ലായിടവും നമ്മൾ നോക്കണമല്ലോ അല്ലെ, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. ഇന്നിപ്പോ ആള് കുറവാണ്. പക്ഷെ രാത്രിയിലത്തെ 7:15 ഷോയ്ക്ക് ഫുൾ ടിക്കറ്റ്, ഫുൾ ആളാണ്, ഫുൾ സീറ്റാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്കുന്നത് 1 മണിക്കാണ്. 1 മണിക്ക് ആള് കുറവാണ്. ലക്ഷ്മിയ ദൃശ്യം കാണാൻ റെഡിയാണോ? നൈലുമോൻ റെഡിയാണോ ദൃശ്യം കാണാൻ? നൈലു നൈലോ നൈലു നൈലപ്പാ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം തുടങ്ങിയെന്നാ തോന്നുന്നു അല്ലേ? അതെ അതെ. നൈലുക്കുട്ടാന്ന് എന്താ മിണ്ടാത്ത ഇന്ന്? ലക്ഷ്മി എന്താ മിണ്ടാത്ത? ഇനി സ്കൂള് തുറക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ട്? ഒരു 22 ആയില്ലേ? 10 days ബാക്കിയുണ്ട്. 10 ഇല്ല, 8 ഉള്ളെന്ന് തോന്നുന്നുണ്ട്. ജൂൺ 2 തുറക്കണേ. അപ്പൊ നൈലോ സിനിമ കാണാൻ റെഡിയാണോ നൈലു? നൈലോ, നീ എന്നെ സിനിമ കാണാൻ സമ്മതിക്കുവോ? അതേ കിടന്ന് കരയോ? അറിയില്ല. നൈലു ആയിട്ട് ആദ്യമായിട്ടാണ് നൈലുവിനെയും കൊണ്ട് സിനിമാ തിയേറ്ററിൽ പോകുന്നത്. അപ്പൊ ഇനി അവൻ കരയാണെങ്കിൽ ഞാൻ ഇറങ്ങി വരും, ഇവരിരുന്ന് കാണും. ഞാൻ ലക്ഷ്മിയും കൂടെ ഇരുന്ന് കാണും. പിന്നെ ഇവര് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നോക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകും. അതേ നടക്കുള്ളൂ. ഇവൻ കരഞ്ഞില്ലെങ്കിൽ ഇരുന്ന് കാണും. കരയില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ എല്ലാരും ദൃശ്യം മൂവി കണ്ടോ? കണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. രാവിലെ ഒന്നും മഴ പെയ്തായിരുന്നു. അപ്പൊ നമ്മള് ശ്രീശൈലത്തിലോട്ട് എത്തി. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശ്രീശൈലം. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് താഴോട്ട് പോയി കേട്ടോ. താഴെയാണ് ഇവരുടെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അങ്ങനെ പാർക്കൊക്കെ ചെയ്ത് ഞാനും മോളും കൂടെ അവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. ആ പാർക്കിലോട്ട് എൻ്റർ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഫടൻ നമ്മളെ വെൽക്കം ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് സ്റ്റാച്ചുകളൊക്കെ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ 2 കാളകൾ തമ്മിൽ ഗുസ്തികൾ പിടിച്ചുകൊണ്ട് വെക്കുന്ന ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കും നല്ല പുൽച്ചെടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പുല്ലുചെടി എന്ന് പറയും, നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ പുല്ലുചെടി എന്ന് പറയും. അങ്ങനെ പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരമ്മ 2 കുഞ്ഞുങ്ങളെ ആയിട്ട് നിൽക്കുന്നത് കണ്ട് ആൺകുട്ടിയെ ഒക്കത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയ സമയത്തായിട്ട് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വീണ്ടും കുറേ സ്റ്റാച്ചുകൾ കാണാൻ പറ്റും കേട്ടോ. അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ശകുന്തള അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നിന്ന് മാലയുടെ നിൽക്കുന്നുണ്ട്. പിന്നെ രാമൻ അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റാച്ചു നിൽപ്പുണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും ലക്ഷ്മിയും അവിടെ കുറേ റീൽസൊക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് പിന്നെ നല്ല കുറച്ച് ഭംഗിയുള്ള സ്ഥലം കണ്ട് ഞാനും മോളും പോയി റീൽസ് എടുക്കാൻ തുടങ്ങി കേട്ടോ. നിയാസിക്കായും മോനും മോളിലോട്ട് തിയേറ്ററിലോട്ട് പോയി. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാർക്കിലോട്ട് വന്നത്. അവിടെ എല്ലാം വീഡിയോ എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറേ റീൽസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിൽ പോകുന്നത്. എപ്പോഴും ഞങ്ങൾ പോകാറുള്ളത് പാരിപ്പള്ളി രേവതിയിലാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടാത്തത് കാരണമാണ് ഞങ്ങൾ ശ്രീശൈലത്തിൽ വന്നത്. വന്നത് എന്തായാലും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ എക്സിറ്റ് ആകാനായിട്ട്, പാർക്കിൽ നിന്ന് എക്സിറ്റ് ആകാനായിട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ പോരുന്ന സമയത്ത് പടൻ്റെ കയ്യിലൊരു ഇങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഒന്ന് മുഖത്തൊക്കെ ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ എക്സിറ്റായി. ഞങ്ങൾ തിയേറ്ററിലോട്ട് റോഡിലോട്ട് കയറണം കേട്ടോ. തിയേറ്ററിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ആനയുടെ സ്റ്റാച്ചു കാണാം. 2 ആനക്കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേയേറെ നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കുറേ ചെറിയൊരു പാർക്ക് പോലെയും പിന്നെ പോപ്കോണും കുറേ ഷോപ്സും ഡ്രിങ്ക്സുകളും ഒക്കെയുള്ള ഷോപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറിയ സമയത്ത് അവിടുത്തെ ദൃശ്യം 3 ടൈമിങ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദൃശ്യത്തിൻ്റെ പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്, 2 പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. ഭയങ്കര ആളായിരുന്നു കേട്ടോ അവിടെ മൊത്തം. എന്തായാലും സീറ്റ് ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. മുകളിലോട്ടാണ് തിയേറ്റർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. 1 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും 1 മണിയായിട്ടൊന്നും ഞങ്ങൾ വെളിയിൽ തന്നെ നിൽക്കുമായിരുന്നു. രാവിലത്തെ ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ക്ഷമ കെട്ട് അവിടെ നിൽക്കുമായിരുന്നു, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ വെളിയിൽ നിൽക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു അവിടെ നിന്നു. അങ്ങനെ ഫസ്റ്റ് ഷോ വിട്ടു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തിയേറ്ററിലോട്ട് എൻ്റർ ആയി കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുതിയ സീറ്റുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കറക്റ്റ് സീറ്റുകളിലൊക്കെ ഇരുന്നു. നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി നമ്മൾ ചെന്നപ്പം അവിടെ ആർട്സ് കാണിക്കുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. ആളുകളൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ അവസാനം തിയേറ്റർ അങ്ങ് ഫുള്ളായി. അങ്ങനെ സിനിമയുടെ പകുതിയായി, ഇൻ്റർവെല്ലായപ്പോൾ നിയാസിക്ക് അങ്ങ് പുറത്തോട്ട് പോയി. പോപ്കോൺ വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. ഞങ്ങൾ പിന്നെ അവിടെ വീണ്ടും പരസ്യങ്ങൾ സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങി. ആ പരസ്യങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി കേട്ടോ. നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ നല്ലൊരു ആർട്സാണ് അവിടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതൊക്കെ കാണാൻ തുടങ്ങി. അപ്പം നൈലു ആ സമയത്താണെങ്കിൽ നൈലുവിന് ഞങ്ങൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നൈലു ആ ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് നിയാസിക്ക പോപ്കോണായിട്ട് വന്ന് നഷ്മിയ പോപ്കോൺ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും നഷ്മിയും നൈലും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സിനിമ തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ സിനിമയൊക്കെ തീർന്നു, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ വന്നത് ചായ കുടിക്കാനായിട്ടാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം കുടിക്കുന്ന ഒരു ചായക്കട, നല്ലൊരു ചെറിയൊരു ചായക്കടയാണ് കേട്ടോ. ഭയങ്കര ആളാണ്. ചില സമയത്ത് നമുക്ക് അവിടെ ഒന്ന് എൻ്റർ ചെയ്യാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. അങ്ങനെ നിയാസിക്ക എനിക്ക് ബജിയും വടയും പരിപ്പോടയും പിന്നെ ചമ്മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അവിടുത്തെ. അങ്ങനെ ഞാൻ അത് കഴിക്കാൻ തുടങ്ങി. ആദ്യം പരിപ്പടിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. പിന്നെ നഷ്മിയയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സമൂസയാണ്. അങ്ങനെ നഷ്മിയ സമൂസ കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ചായ ആയിട്ട് വന്നു നിയാസിക്ക. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോഴാട്ടോ ഒരാശ്വാസമായത് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.